ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പം എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. അപ്പം അങ്ങനെ പറയട്ടെ, എനിക്ക് ഇത്തിരി ത്രോട്ട് പെയിൻ ഒക്കെയാണ്, അതുകൊണ്ട് സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഗ്ലോബൽ മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാം, അതിനുശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ദെൻ ടു സ്റ്റോക്സ്. ഓക്കെ, ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്കറിയാം, വെള്ളിയാഴ്ച ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ഇപ്പം ചൈന റെയർ എർത്ത് എലമെൻസിൻ്റെ എക്സ്പോർട്ട് നിയന്ത്രിച്ചതിൻ്റെ ഫലമായിട്ട് ചൈനയ്ക്ക് മേൽ അടുത്ത നവംബർ 1 തൊട്ട് 100% താരിഫ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയതിൻ്റെ പേരിൽ ഗ്ലോബൽ മാർക്കറ്റ് ഡോ ഫ്യൂച്ചേഴ്സും ഡോയും S&P എല്ലാം ഇടിഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ബേസിക്കലി അങ്ങനെ ഒരു റെഡ് മാർക്കറ്റാണ് ഈ വീക്കിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി നോക്കുവാണെങ്കിൽ തന്നെ ഒരു മൈൽഡായിട്ടുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ചെറിയ സെല്ലിംഗ് പ്രഷറോടെ മേ ബി ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. ആൻഡ് US മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ്, നിക്കി, ജപ്പാൻ മാർക്കറ്റ് എല്ലാം നെഗറ്റീവാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു രാവിലത്തെ ബിഗിനിങ് മേ ബി ഒരു നെഗറ്റീവ് ബിഗിനിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റിൽ കുറച്ച് കോഷ്യസ് ആയിട്ട് ട്രേഡ് എടുക്കുക. ആൻഡ് നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കാനാണെങ്കിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഓവറോൾ സ്ട്രക്ചർ ഞാൻ നിഫ്റ്റിയിൽ ടോട്ടലി പോസിറ്റീവാണ്. ആൻഡ് വീക്ക്ലി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യൂ മനസ്സിലാവും. വീക്ക്ലി നോക്കുകയാണെങ്കിൽ പോലും മാർക്കറ്റ് അത്യാവശ്യം സെല്ലിംഗ് പ്രഷർ അബ്സോർബ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ കുറച്ച് ബുള്ളിഷാണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ട്രക്ചറലി വളരെ നല്ലൊരു പൊസിഷനിലാണ്. ഇപ്പം മാർക്കറ്റിൽ കുറച്ച് ഡിമാൻഡ് ഏരിയാസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ്, മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നു എന്നാണ് അവസ്ഥയെങ്കിൽ ഞാൻ 2 ഏരിയാസിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് 25,130 ആൻഡ് ദിസ് ബേസ് 25,000. അപ്പോൾ ഈ 2 ഏരിയ മാർക്കറ്റിലെ മേജർ ഡിമാൻഡ് ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അടുത്ത ഏരിയ ഞാൻ ഒരു മേജർ സപ്പോർട്ടായി പ്രതീക്ഷിക്കുന്നത് 24,780 ആണ്. ആദ്യം തന്നെ മാർക്കറ്റ് ക്രാഷ് ഉണ്ടായാൽ ഏതൊക്കെ ഏരിയയിൽ ഹോൾഡ് ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഏരിയാസിൽ നമ്മൾ വാച്ച് ചെയ്യുക മാർക്കറ്റിൽ. ഓക്കെ, ശേഷം മാർക്കറ്റ് ഡിമാൻഡ് ഏരിയ മീൻസ് ഈ ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്തു മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണെങ്കിൽ 2 സോൺസ് ആണ് ഫസ്റ്റ് ഞാൻ സപ്ലൈ റേഞ്ച് ആയിട്ട് കണക്കാക്കുന്നത്. ഒന്ന് 25,300 ഒന്ന് 25,450 ആണ്. അപ്പോൾ ഈ 2 ഏരിയ കടന്നു കഴിഞ്ഞാൽ അടുത്തൊരു മേജർ സപ്ലൈ അടിക്കാൻ സാധ്യതയുള്ളത് ഈ 25,600 റേഞ്ചിലും പിന്നെ 25,700 റേഞ്ച്, ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഒരു സപ്ലൈ അടിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയയിൽ എല്ലാവരും കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ശേഷം ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രക്ചറലി കുറച്ചധികം ദിവസമായിട്ട് ബുള്ളിഷായിരുന്നു. കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിഫ്റ്റി കുറച്ച് വീക്ക്നെസ് കാണിച്ചപ്പോൾ സ്ട്രക്ചറലി നല്ലൊരു പൊസിഷനിൽ നിന്നത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഈ ഹൈ റീറ്റെയിൻ ചെയ്യാനുള്ള ശ്രമം നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് 57,638. അപ്പോൾ 15 മിനിറ്റ് ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ 2 ഡിമാൻഡ് ഏരിയാസ് വരച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ക്രാഷ് ആവണമെങ്കിൽ ആദ്യം എവിടെയൊക്കെ ഹോൾഡിംഗ് സാധ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഈ 2 ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. മറിച്ച് ആ ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ 55,570 എന്നുള്ള ഡിമാൻഡ് ഏരിയ ഉണ്ട്. ഒരു ഗ്യാപ്പ് ഏരിയയും കൂടെ നിലനിൽക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാനും സാധ്യതയുണ്ട്. ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 56,700 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് എന്തായാലും റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഏരിയ, ഈ ഒരു സോണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് 57,145 എന്നുള്ള ഏരിയയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ലിക്വിഡിറ്റി ഏരിയ 57,620 എന്നുള്ള ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ഇവൻച്വലി പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രേഡിംഗ് അഡ്വൈസ് അല്ല, മറിച്ച് ഞാൻ എൻ്റെ സ്റ്റഡീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ന് കുറച്ചധികം സ്റ്റോക്സിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അതായത് HCL ടെക്, ആനന്ദ് രതി, ഡെൻ നെറ്റ്വർക്സ്, ജസ്റ്റ് ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ആൻഡ് സ്റ്റാലിയോൺ ഇന്ത്യ ഫ്ലൂറോകെമിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുന്നുണ്ട്, ഏർണിങ്സ് വരുന്നുണ്ട്. എല്ലാവരും കെയർഫുള്ളായിട്ട് ട്രേഡ് ഹോൾഡ് ചെയ്യുക. ഇതിലൊക്കെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക. ശേഷം ക്വാർട്ടർലി ഏർണിങ്സിൻ്റെ പോസിറ്റീവ് റിപ്പോർട്ടുള്ളത് എവന്യൂ സൂപ്പർ മാർട്സിനാണ്. മാർജിനിൽ ചെറിയ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പോലും പ്രോഫിറ്റ് റവന്യൂവും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വാറി റിന്യൂവബിൾ ടെക്നോളജീസിൻ്റെയാണ്. അതിൽ വളരെ ടോട്ടലി നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് റവന്യൂ സർജ് ചെയ്തിട്ടുണ്ട്. വാറി റിന്യൂവബിൾ ടെക്നോളജീസിനാണ്, വാറി എനർജീസിൻ്റെ അല്ല ഞാൻ പറയുന്നത്, വാറി റിന്യൂവബിൾ ടെക്നോളജീസാണ്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് ഫീനിക്സ് മിൽസിലാണ്.
പിന്നെ റീറ്റെയിലർ കൺസപ്ഷൻ അക്രോസ് ഓൾ ഓപ്പറേഷണൽ മാൾസ് ഗ്രോ ചെയ്തിട്ടുള്ള കാര്യവും ഗ്രോസ് റെസിഡൻഷ്യൽ സെയിൽസ് ഇൻക്രീസ് ചെയ്ത കാര്യവും പറയുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസുള്ളത് ലൂപ്പിനിലാണ്. ലൂപ്പിൻ്റെ US പ്ലാന്റ്, ന്യൂജേഴ്സിയിലുള്ള പ്ലാന്റിൽ USൻ്റെ FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, ഒരു പ്രീ അപ്രൂവ്ഡ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്. അത് അവിടെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഇൻസ്പെക്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നോട്ട് കൊണ്ട് അത് അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവേഷൻ എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. സോ ലൂപ്പിനിൽ ഒരു ന്യൂസ് അവൈലബിൾ ആണ്. പിന്നെ മഹീന്ദ്ര ലൈഫ് സ്പേസ് ഒരു ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട് മുംബൈയിൽ. 13.46 കോടി വില വരുന്ന ഒരു ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അതിൽ 3500 കോടിയുടെ ഒരു പ്രൊജക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഒരു 800 കോടിയുടെ ഒരു പ്രൊജക്റ്റ് മുംബൈ വെസ്റ്റിൽ ഉള്ള പ്രൊജക്റ്റിൽ മഹീന്ദ്ര ലൈഫ് സ്പേസ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതും ഒരു ന്യൂസായിട്ട് കിടപ്പുണ്ട്. പിന്നെ ട്രാവൽ ഫുഡ് സർവീസ് ഒരു എഗ്രിമെൻറ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടുമായിട്ട്. ഫുഡ് ആൻഡ് ബെവറേജ് സെക്ഷനിൽ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനാണ് ട്രാവൽ ഫുഡ് സർവീസ് എന്ന് പറഞ്ഞ കമ്പനി ഒരു മെമ്മോറാൻഡം അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് ന്യൂസസ് നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ NTPC ഗ്രീൻ എനർജി ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ജപ്പാൻ്റെ ENEOS കോർപ്പറേഷനുമായിട്ട് നടത്തിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗ്രീൻ മെത്തനോൾ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ സെല്ല് ചെയ്യാനുള്ള ഒരു സപ്ലൈക്കുള്ള ഒരു എഗ്രിമെൻ്റാണ് NTPC ഗ്രീൻ എനർജി സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ സെൻ ടെക്നോളജീസിന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 37 കോടിയുടെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം വിത്ത് ഹാർക്കിൽ കേപ്പബിലിറ്റീസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ സെൻ ടെക്നോളജീസിന് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഡിഫൻസ് സ്റ്റോക്കുകളിൽ പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കാര്യം ഞാനിപ്പോൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി കഴിഞ്ഞ് അടുത്തിനി ഒരു ബുള്ളിഷ് മൊമെൻ്റം ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനത്തെ സ്റ്റോക്സിലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഡിഫൻസ് സ്റ്റോക്കുകളിൽ കുറച്ച് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ പേഴ്സണലി ഞാൻ നോക്കുന്ന സ്റ്റോക്കുകളിലൊന്ന് മിന്ദ കോർപ്പാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ചധികം ദിവസമായിട്ട് മിന്ദ കോപ്പ് വാച്ച് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഹോൾഡിങ് ചെയ്യുന്നുണ്ട് മിന്ദ കോപ്പിൽ. മിന്ദ കോപ്പ് കുറച്ചധികം ദിവസമായിട്ട് ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണ്, 580 തൊട്ട് 600 റേഞ്ച്. സോ ഞാൻ ഈ 600 അല്ലെങ്കിൽ 620, 650 റേഞ്ചിലേക്ക് മിന്ദ കോപ്പ് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച അതിനോട് സ്ട്രെങ്ത് ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ HBL എഞ്ചിനാണ്. HBL എഞ്ചിനിൽ ഞാനൊരു മൊമെൻറ്റം കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. HBL എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം 930, 970 റേഞ്ചിലോട്ട് ഞാനൊരു മൊമെൻറ്റം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് HBL എഞ്ചിനീയറിംഗിൽ. കുറച്ചധികം ദിവസമായിട്ട് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഈ രണ്ട് സ്റ്റോക്സിൻ്റെ വാച്ച് ലിസ്റ്റിൽ കുറച്ച് ദിവസമായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ BL ആണ്. ഡിഫൻസിൽ നിന്ന് ഞാൻ BL-ഉം GRSC ഒക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്. നല്ല അവസരം വന്നാൽ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ട്. സോ BL ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് ലോങ് ടേമിന് വേണ്ടിയിട്ട്. എൻ്റെ ടാർഗറ്റൊക്കെ ഹൈ ആണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ടാർഗറ്റ് ഒന്നും പറയുന്നില്ല. തൽക്കാലം നിങ്ങൾ ഇതിലെ ട്രേഡ്സ് ഇൻട്രാഡേ പോസിബിലിറ്റീസ് വരുവാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. പിന്നെ സ്ട്രക്ചറലി എല്ലാം ഡിഫൻസ് സ്റ്റോക്കുകളാണ് ഇന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വച്ചിരിക്കുന്നത്. GRSC. അപ്പം ഈ ഒരു GRSC ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു, അത് ടോട്ടലി മൈൻഡ് ചെയ്യേണ്ട. നമുക്കത് 27 അല്ലെങ്കിൽ 2800 റേഞ്ചിന് മുകളിൽ GRSC എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ടോട്ടലി ഉള്ള ഒരു കണക്ക് നോക്കുമ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ കൂടുതലുള്ളത് ഡിഫൻസ് സ്റ്റോക്കുകളാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ട്രേഡ് കഴിയട്ടെ. അപ്പോൾ നാളെ തൊട്ട് നമുക്ക് കുറച്ചും കൂടെ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ട്രംപിൻ്റെ താരിഫ് ത്രെറ്റുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ തൊട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വൈകിട്ടത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ. താങ്ക് യു. അപ്പം വൈകിട്ട് കാണാം.